പരീക്ഷിത്ത് മഹാരാജാവ് പ്രായോപവേശം ചെയ്യാൻ തീരുമാനിച്ചു. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ഭാഗം നിർത്തിയത്. പാണ്ഡവ വംശജാതനായ പരീക്ഷിത്ത് വിഷ്ണുവിൻ്റെ പാദതീർത്ഥമാകുന്ന ഗംഗാതീരത്ത് ആ പരിശുദ്ധമായ ഭൂമിയിലൊരിടത്ത് പാവനമായ കുശപ്പുല്ല് വിരിച്ച് മരണം വരെ നിരാഹാരമെടുക്കാൻ തീരുമാനിച്ച് മറ്റൊരു ചിന്തയുമില്ലാതെ എല്ലാ സുഖഭോഗങ്ങളിൽ നിന്നും വിമുക്തനായി ഭഗവത് പാദത്തെ മാത്രം മനസ്സിൽ സ്മരിച്ച് ഭഗവാനെ ധ്യാനിക്കാൻ തുടങ്ങി. പരീക്ഷത്തിൻ്റെ ഈ തീരുമാനം വളരെ ഉറച്ചതായിരുന്നു. അങ്ങനെ ഈ പരീക്ഷത്തിൻ്റെ തീരുമാനത്തെ അനുകൂലിക്കുന്ന വണ്ണം ഈ 7 ദിവസങ്ങളിലും പരീക്ഷത്തിന് ഒരു കൂട്ടായി പരീക്ഷത്തിനെ ബ്രഹ്മപദപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ സഹായിക്കാനായിട്ട് അത്രി, വസിഷ്ഠൻ, അങ്കിരസ്, വിശ്വാമിത്രൻ, ഭൃഗു, പരശുരാമൻ, വേദവ്യാസൻ, നാരദ മഹർഷി തുടങ്ങിയ ബ്രഹ്മർഷിമാരും രാജർഷിമാരുമായിട്ടുള്ള മഹാന്മാരായ ഋഷിമാർ അവരുടെ ശിഷ്യന്മാരെയൊക്കെ കൂട്ടി അവിടെ എത്തി. മരണം വരിക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ഇങ്ങനെയുള്ള മഹാന്മാരായ ഋഷിമാർ വരുമ്പോൾ എത്ര സന്തോഷം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ പരീക്ഷിത്ത് വളരെയധികം മഹർഷിമാരെ കണ്ട് വളരെയധികം സന്തോഷിച്ചു. അത്യധികം സന്തോഷത്തോടു കൂടി അവരെ ബഹുമാനപൂർവ്വം സ്വീകരിച്ച് ഇരിപ്പിടങ്ങളെല്ലാം നൽകി അവരെ ആദരിച്ചു. ഋഷിമാരെല്ലാം സ്വസ്ഥാനങ്ങളിൽ സുഖമായിരുന്നതിന് ശേഷം പരീക്ഷിത്ത് അവരുടെ മുമ്പിൽ കൈകൂപ്പി നിന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ധന്യനായി. ഇത്രയും പുണ്യാത്മാക്കളായ നിങ്ങൾക്ക് എന്നോട് ദയ തോന്നിയല്ലോ. അങ്ങനെ എന്നെ കാണാൻ ഇവിടെ വന്നുവല്ലോ. ഇതെല്ലാം അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായത് എൻ്റെ മുജ്ജന്മ സുഹൃതം തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് പരീക്ഷിത്ത് തനിക്ക് ശാപം നൽകിയ ആ ബ്രാഹ്മണകുമാരനെ ഒന്നുകൂടി ഓർക്കുകയാണ്. എന്നിട്ട് മഹർഷിമാരോട് പറഞ്ഞു, മഹാന്മാരായ നിങ്ങളെപ്പോലുള്ളവരുടെ സാന്നിധ്യത്തിൽ പരലോകം പ്രാപിക്കാൻ ഇടയാക്കിയത് ഈ ബ്രാഹ്മണകുമാരനാണ്. അദ്ദേഹം എൻ്റെ രക്ഷകനാണ്. അങ്ങനെ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തുദ്ദേശത്തോടു കൂടിയാണ്, ഞാനിങ്ങനെ പ്രായോപവേശം ചെയ്യാൻ തീരുമാനിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമെല്ലാം പരീക്ഷിത്ത് മഹർഷിമാരെ അറിയിച്ചു. ആസന്ന മരണത്തിന് തയ്യാറെടുത്തിരിക്കുന്ന എന്നെ അനുഗ്രഹിച്ചാലും വരാനിരിക്കുന്ന തൻ്റെ മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഉറച്ച തീരുമാനത്തോടു കൂടി നിൽക്കുന്ന പരീക്ഷത്തിനെയാണ് മഹർഷിമാർ കണ്ടത്. അങ്ങനെയുള്ള പരീക്ഷത്തിൻ്റെ ആ ഉറച്ച തീരുമാനം കേട്ട് മഹർഷിമാർ പരീക്ഷത്തിനെ പ്രശംസിച്ചു. ദേവന്മാർ അവരുടെ പ്രശംസയെന്നോണം പുഷ്പവൃഷ്ടി നടത്തി. അങ്ങനെ പരീക്ഷിത്ത് പറഞ്ഞു, എനിക്ക് ഈ ഭൂമിയിൽ അവശേഷിക്കുന്നത് വളരെ കുറച്ച് ദിവസങ്ങളാണ്. ഈ ഉള്ള ദിവസങ്ങളിൽ ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടും ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടും ഭക്തിലഹരിയിൽ അങ്ങനെ ആനന്ദിക്കാം. തന്റെ കാതുകളെ ഭഗവത് കഥകൾ മാത്രം കേൾക്കുന്നതിന് ഇടയാക്കി തരണമേ എന്ന് മഹർഷിമാരോട് ആവശ്യപ്പെട്ടു. കൂടാതെ മരണസമയം അടുത്തിരിക്കുന്ന ഒരാൾ പാപമോചനത്തിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ചോദ്യം കൂടി പരീക്ഷിത്ത് മഹർഷിമാരോട് ചോദിക്കുകയാണ്. അതിനായി പല മഹർഷിമാരും പല മാർഗങ്ങളാണ് നിർദ്ദേശിച്ചത്. എല്ലാ മാർഗങ്ങളും നല്ലതായിട്ടാണ് പരീക്ഷത്തിന് തോന്നിയതെങ്കിലും വളരെ കുറഞ്ഞ ഈ ദിവസങ്ങൾ കൊണ്ട് സാധിക്കാവുന്ന ഒരു മാർഗം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ അതേപ്പറ്റി അവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കനകക്കട്ട ജ്വലിക്കും പോലെയുള്ള തേജസ് കൊണ്ട് ശോഭിക്കുന്ന വേദവ്യാസ മഹർഷിയുടെ പുത്രനായ ശുഗബ്രഹ്മർഷി ആകസ്മികമായി അവിടെ എത്തിച്ചേരുകയാണ്. ബ്രഹ്മ തേജസ് വഴിയുന്ന ശുഗബ്രഹ്മർഷിയെ കണ്ട് ഋഷിമാർ ഒരുമിച്ചെഴുന്നേറ്റ് അദ്ദേഹത്തെ ആദരിച്ചു. ശുഗബ്രഹ്മർഷിയെ കണ്ട് പരീക്ഷിത്താകട്ടെ സന്തോഷാധിക്യത്താൽ സംഭ്രാന്തനായി തീർന്നു. കണ്ണുകളിൽ സന്തോഷാശ്രുക്കൾ നിറഞ്ഞു. വികാരനിർഭരനായി പരീക്ഷിത്ത് ശുഗബ്രഹ്മർഷിയെ ബഹുമാനിച്ച് സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു ഇരിപ്പിടം നൽകി ആദരിച്ചു. അതിനുശേഷം പരീക്ഷിത്ത് ശുഗബ്രഹ്മർഷിയുടെ കാൽക്കൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. എന്നിട്ട് ഗദ്ഗദത്തോടെ പറഞ്ഞു, അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ എന്നെ രക്ഷിച്ച ഭഗവാൻ എൻ്റെ ശ്രേയസ് ആഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് എന്നെപ്പോലെ ഒരു പാപി നിൽക്കുന്നിടത്തേക്ക് മഹാനായ അങ്ങ് എഴുന്നള്ളിയിരിക്കുന്നത്. ഇതിൽ പരം മഹാഭാഗ്യം എന്താണ് എനിക്കുണ്ടാകേണ്ടത്? അങ്ങേപ്പോലുള്ള മഹാത്മാക്കളെ ഒന്ന് സ്മരിച്ചാൽ തന്നെ ഒരുവന്റെ വാസസ്ഥലം പരിശുദ്ധമാക്കപ്പെടും. അപ്പോൾ പിന്നെ അങ്ങ് സന്ദർശിച്ചിട്ടുള്ള സ്ഥലങ്ങൾ പരിശുദ്ധമാക്കപ്പെടുമെന്നതിൽ എന്താണ് സംശയം? ഇപ്പോഴിതാ അങ്ങ് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹീതമായ പാദങ്ങൾ സ്പർശിച്ച് പാപിയായ ക്ഷത്രിയൻ നിൽക്കുന്ന ഈ ഭൂമി പോലും പരിശുദ്ധമായിരിക്കുന്നു. എന്നാൽ അർപ്പിക്കപ്പെട്ട പീഠത്തിലിരുന്ന് ആ പീഠത്തെ അങ്ങ് പവിത്രമാക്കിയിരിക്കുന്നു. എന്റെ മരണസമയം അടുത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മഹാനായ ശുഗബ്രഹ്മർഷി എന്റെ അടുത്തുണ്ടാവുക എന്നതിൽ കവിഞ്ഞ ഒരു മഹാഭാഗ്യം എനിക്കിനി വരാനില്ല എന്നെല്ലാം വികാരവിവശനായി ഗദ്ഗദകണ്ഠനായി പരീക്ഷിത്ത്
ശുഗബ്രഹ്മർഷിയോട് പറഞ്ഞു. അതിനുശേഷം മരണമടുത്തിരിക്കുന്ന ഒരാൾ ശ്രീനാരായണ പദം പ്രാപിക്കാൻ അനുവർത്തിക്കേണ്ടതായ ശരിയായ മാർഗം എന്താണെന്ന് ഉപദേശിച്ചാലും എന്ന് വിനീതനായി ശുഗബ്രഹ്മർഷിയോട് ആവശ്യപ്പെട്ടു.